മക്കളെ, എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ 3ാമത്തെ പാഠഭാഗമാണ്. വാട്ടർ ആൻഡ് സോയിൽ എന്നുള്ളതാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ജലം അല്ലേ, വെള്ളം. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ മണ്ണും ജലവും തമ്മിലുള്ള ഒരു ചാപ്റ്ററാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ബാക്കി 2 പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ പോയിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഇവിടെ ഒരു പാട്ടാണ് തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. എന്താണ്? കുട്ടനും കൂട്ടുകാരും കളികൾ തുടങ്ങി. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. അങ്ങനെ എന്താണ് ഉണ്ടായത്? പെട്ടെന്ന് തന്നെ ചെറിയ മഴ ഇങ്ങനെ ചാറാൻ വേണ്ടി തുടങ്ങി. ദ സ്കൈ ഡാർക്കൻഡ് ആൻഡ് ലൈറ്റനിങ് ഫ്ലാഷ്. അതുമാത്രമല്ല, ആ സമയത്ത് ആകാശം എന്ന് പറയുന്നത് ഡാർക്ക് കളറാവുകയും ലൈറ്റനിങ് ഒക്കെ വരികയും ചെയ്തു. ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ മിന്നൊക്കെ വരികയും ചെയ്തു. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദെയർ ഹോം. അങ്ങനെ അവരെന്ത് ചെയ്തു? വേഗം അവർ വീട്ടിലേക്ക് ഓടിപ്പോയി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്സ്. അപ്പോൾ എന്താണ്? ചെറിയ മഴ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മഴയാണ്. അതിൻ്റെ പിറ്റർ പാറ്റർ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കലപില സൗണ്ടിനെ പറയുന്നതാണ്. ദെൻ ഇറ്റ് ബിക്കേം മൈറ്റി റെയിൻ. പിന്നെ അതെന്തായി? ഒരു ചെറിയ പെരുമഴയായിട്ട് മാറി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ ക്ലൗഡ്സ് വാനിഷ്ഡ്. അതിനുശേഷം പെരുമഴ മാറി നമ്മുടെ ക്ലൗഡ്സ് ഒക്കെ നീങ്ങിത്തുടങ്ങി. വാനിഷ്ഡ് എന്ന് പറഞ്ഞാൽ നീങ്ങിത്തുടങ്ങി. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. മാത്രമല്ല മണ്ണൊക്കെ കുളിർത്തു, കൂളായി. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ബ്ലൂം ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുട്ടൻ ജോയിൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ. അങ്ങനെ കുട്ടനും കൂട്ടുകാരും വീണ്ടും കളി തുടങ്ങി. ആൻഡ് ഹാഡ് ഇനഫ് ഫൺ തകദിംതോ. കൂട്ടുകാർ വീണ്ടും എന്താണ് ഫണ്ണൊക്കെ ആയിട്ട് കളി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മഴ വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്നതാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. Then, watching raindrops falling on my leaves and a scattering is a fun indeed. അപ്പം മരത്തിലെ ലീഫ് പറയാണ്, മഴത്തുള്ളികൾ എൻ്റെ ഇലകളിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ എന്താണ് സ്കാറ്റർ ചെയ്ത് ചെന്നിച്ചിതറി പോകുന്നത് കാണാൻ നല്ല ഫണ്ണാണ്, നല്ല രസമാണെന്നാണ് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കിളി, പാരറ്റ് അല്ലേ, പാരറ്റ് പറയാണ്, ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ വാസ് ഇൻ ദ ഹോൾ ഓഫ് ദ ട്രീ. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ദർ. ഞാൻ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എനിക്ക് മഴയൊന്നും നനഞ്ഞില്ല, ഞാൻ വെറ്റായില്ല, പക്ഷെ പുറത്ത് നല്ല തണുപ്പുണ്ടെന്നാണ് പറയുന്നത്. ദെൻ അപ്പോൾ ഒരു പ്ലാന്റ് പറയാണ്, ദ സോയിൽ ഈസ് വെറ്റ് ആൻഡ് ട്രെഞ്ച്ഡ്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. എന്താണ്? മഴ പെയ്തപ്പോൾ ഞാനാകെ നനഞ്ഞു. എനിക്ക് എന്താണ് എനിക്ക് പുതിയ പുതിയ നാമ്പുകളൊക്കെ ഇങ്ങനെ വളർന്നു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മഴ വന്നപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നല്ല രസമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ ഇവിടെ നോക്കൂ, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ദ സോയിൽ വിൽ ബി വെറ്റ്. സോയിൽ എന്ത് ചെയ്യും? വെറ്റാവും. അതുപോലെ തന്നെ ദ വെൽ, പോണ്ട് ആൻഡ് റിവർ വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ. കുളങ്ങളും കിണറുകളും പുഴകളൊക്കെ നിറയാൻ വേണ്ടി തുടങ്ങും. ന്യൂ ലീവ്സ് വിൽ ഗ്രോ ഓൺ ദ ട്രീസ്. അതുപോലെ തന്നെ മരത്തിൽ പുതിയ ഇലകളൊക്കെ വരും. ഗ്രാസസ് വിൽ ഗ്രോ. അതുപോലെ തന്നെ പുല്ലുകളൊക്കെ മുളക്കാൻ വേണ്ടി തുടങ്ങും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അത് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എല്ലാ സമയത്തും മഴയുണ്ടാവുമോ? ഇല്ല അല്ലേ, എല്ലാ സമയത്തും മഴയുണ്ടാവില്ല. അപ്പോൾ അവിടെ നോ എന്ന് എഴുതി കൊടുക്കുക. ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ. എപ്പോഴൊക്കെയാണ് നമുക്ക് മഴ ലഭിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ മഴ ലഭിക്കുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കാറുള്ളത്. ഓക്കെ. ഇപ്പം മെയ്യിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മൾ മഴക്കാലം എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്.
സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദ റെയിൻഫോൾ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരളം. അപ്പോൾ കേരളത്തിൽ ജൂൺ മാസത്തിൽ ഉണ്ടായപ്പോൾ മഴയുടെ ഒരു കുറച്ച് ഹെഡ്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. എന്താണ്? കോഴിക്കോട് ജില്ലയിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയുണ്ട്. സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എന്താണ്? മഴ ഡിക്രീസ് ആണ്, മഴ കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. How do we find out the difference in the amount of rainfall? Can we measure the rainfall? എങ്ങനെയാണ് നമുക്ക് മഴയിൽ, ഇപ്പോൾ കോഴിക്കോട് മഴ കൂടുതലാണ്, തിരുവനന്തപുരം മഴ കുറവാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മഴയുടെ അളവിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും? നമുക്ക് അളക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ മെഷർമെൻ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. We can see water in the empty vessels placed in the courtyard after the rainfall. അപ്പോൾ നമ്മൾ മുറ്റത്ത് എന്താണ് ഒരു ഒഴിഞ്ഞ പാത്രങ്ങൾ മഴയത്ത് വെക്കുക. അപ്പോൾ അതിൽ വെള്ളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ദ റെയിൻഫോൾ. അപ്പോൾ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് എന്താണ്? എത്ര മഴ പെയ്തു എന്നതിൻ്റെ ഒരു സൂചനയാണ്, ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത്. ക്യാൻ വി മെഷർ ദ വാട്ടർ? അപ്പോൾ ഈ വെള്ളം നമുക്ക് എത്രയുണ്ടെന്ന് അളക്കാൻ വേണ്ടി പറ്റുമോ? ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. അപ്പോൾ നമുക്ക് ഈ മഴവെള്ളം അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കണം. റെയിൻ ഗോജ്. ദ റെയിൻ ഗോജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. അപ്പോൾ എന്താണ് റെയിൻ ഗോജ് എന്ന് പറയുന്നത്? മെഷർമെൻറ്റ്, നമ്മുടെ മഴയുടെ മെഷർമെൻറ്റ് അളക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹൗ ക്യാൻ വി മേക്ക് ദീസ്? അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിൽ. ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഹൗ ടു മേക്ക്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ താഴെ ഒരു പിക്ചറിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. നോക്കൂ, ഇങ്ങനെയാണ്, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. Then place the funnel on top of the glass bottle. Fix the bottle in an open space outside. Note down the water level at fixed intervals. അപ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ ഇത് പുറത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഫണൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫണലിലേക്ക് ഇങ്ങനെ വെള്ളം വീഴും അല്ലേ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇവിടെ താഴെ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്കെയിൽ വെച്ച് നമ്മൾ അളന്ന് നോക്കുക, അളക്കുക. എത്ര സ്കെയിലുണ്ട്? 2 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, എത്ര സെൻറ്റിമീറ്റർ ആണ് നമ്മൾ അളന്ന് നോക്കുക. മേക്ക് ആൻ റെയിൻ ഗോജ് with the help of your friends and measure the rainfall each day and complete the table below. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അളന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഒരു ടേബിൾ ഉണ്ട്, ഡേറ്റ്, റെയിൻഫോൾ റിസീവ്ഡ് എത്രയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ ചെയ്ത് നോക്കുക, എന്നിട്ട് അവിടെ ഒന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയൊക്കെ മഴ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. Remember to note down the amount of rainfall received each day on the class bulletin board. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് ശേഷം നിങ്ങൾ ക്ലാസ്സിലെ ബുള്ളറ്റിൻ ബോർഡിൽ ഇത് എഴുതി രേഖപ്പെടുത്തുക. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. വിച്ച് ഡേ ഹാസ് ദ ലോവസ്റ്റ് റെയിൻ. ഏറ്റവും ലോവസ്റ്റ് കിട്ടിയത് ഏത് ദിവസമാണെന്നും. ഈസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ. അപ്പോൾ തീരെ മഴ കിട്ടാത്ത ദിവസമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ മഴ പെയ്യുന്ന സമയമാണിപ്പോൾ, ഇതേപോലെ ഉണ്ടാക്കുക. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മുറ്റത്ത് വെക്കുക. എപ്പോഴും ആ മഴയത്ത് ഇങ്ങനെ പോയിട്ട് നോക്കണ്ട, അവസാനം പനി പിടിക്കും. അപ്പോൾ അത് ചെയ്യേണ്ട. നിങ്ങൾ മഴ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് പോയി നോക്കിയാൽ മതി. എ റെയിൻ ഗോജ് ഫോർ മീ. മേക്ക് എ റെയിൻ ഗോജ് അറ്റ് ഹോം. എന്താണ്? നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. എന്നിട്ട് എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത്? ഹയസ്റ്റ് ആയിട്ടുള്ള മഴ ലഭിച്ചോ? ഏത് ദിവസമാണ് ലഭിച്ചത്? ഏറ്റവും ലോവസ്റ്റ് ഏത് ദിവസമാണ്? തീരെ കിട്ടാത്ത ദിവസം ഏതാണ്? അതൊക്കെ നിങ്ങളുടെ ഫൈൻഡിങ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ദെൻ വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ. ആക്ച്വലി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴവെള്ളം ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് കൂട്ടുകാരെ? ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ ഇവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിക്ചർ 1 എന്ന് പറയുന്നത് ഫിൽ ഡ്രൈ സോയിൽ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ, മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സോയിൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നിറച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്യുക? ഒരു ഹോളും ഇട്ട് കൊടുക്കാം. ദെൻ പ്ലാസ്റ്റിക് ബോട്ടിൽ, വാട്ടർ, നീഡിൽ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യൂസ് ദ ഒബ്ജക്റ്റ് ഇൻ ദ പിക്ചർ ടു
ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഈ ചിത്രത്തിൽ ഈ ഒരു പിക്ചർ, രണ്ടാമത്തെ പിക്ചറിൽ വസ്തുക്കൾ ഉപയോഗിച്ച് ഒന്നാമത്തെ ചിത്രത്തിലെ പാത്രത്തിലേക്ക് മണ്ണിലേക്ക് എന്ത് ചെയ്യണം? മഴ പെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ച് ദ സോയിൽ? അപ്പോൾ ആ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അവിടെ എന്താണ് ആ വാട്ടറിന് സംഭവിക്കുന്നത്? ദ വാട്ടർ സിങ്സ് ഇൻ ടു ദ സോയിൽ. ആ വാട്ടർ നമ്മുടെ മണ്ണിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ അതാണ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ അത് സയൻസ് ഡയറിയിൽ എഴുതുക, അതിൻ്റെ പിക്ചറും കൂടെ നിങ്ങൾ വരച്ച് ചേർക്കുക. നെക്സ്റ്റ് വൺ, വാട്ടർ സോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മഴവെള്ളം എന്താണ് മഴ പെയ്യുന്നതും അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ എത്ര റെയിൻഫോൾ ഉണ്ടെന്ന് കണ്ടെത്തേണ്ടതും കൂടാതെ ഈ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നോക്കൂ, ഇവിടെ ഒരു കുട്ടി പറയാണ് ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എന്താണ്? എൻ്റെ വീട്ടിലെ വെല്ല് നിറയെ വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ആൾ പറയാണ് ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. ഞങ്ങളുടെ വീട്ടിൽ എന്താണ്? ബോർവെല്ലാണ്. ബോർവെൽ എന്ന് പറഞ്ഞാൽ കുഴൽ കിണറാണ്. അപ്പോൾ അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ഉള്ളിലാണല്ലോ, നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ദ പോണ്ട് ഇൻ അവർ ഫാം ഗിവ്സ് അസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അപ്പോൾ അടുത്ത ആൾ പറയാണ് ഞങ്ങളുടെ പറമ്പിലെ പോണ്ടിൽ നിന്നാണ് ഞങ്ങൾ കൃഷിക്കും ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെയുള്ള വെള്ളം എടുക്കുന്നത് എന്നാണ് പറയുന്നത്. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫ്രം ഫോർ യുവർ ഹോം? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്? റൈറ്റ് ഡൗൺ. എവിടെയൊക്കെയാണ്? വെൽ, ബോർവെൽ, പോണ്ട്, റിവർ അല്ലേ? പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. വെൽ എന്ന് പറഞ്ഞാൽ കിണർ, ബോർവെൽ എന്ന് പറഞ്ഞാൽ കുഴൽ കിണർ, പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം, അതുപോലെ റിവർ എന്ന് പറഞ്ഞാൽ പുഴ. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വെള്ളം എടുക്കാറുള്ളത്. അടുത്തതായിട്ട് നോക്കൂ, സുരംഗ ആൻഡ് കേണി. അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് through and to bring a groundwater outside is called a suranga. This method has been used for ages to collect water in Kasaragod district and some parts of Karnataka. അപ്പോൾ ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള എന്താണ് ടണൽ ഉണ്ടാക്കുക. ആ ടണൽ ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയിലുള്ള ഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ഈ സുരംഗ എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിലെ ചില ഭാഗങ്ങളിലുമാണ് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ വേർഡ് ഓഫ് കേണി മീൻസ് വെൽ. Keni is constructed by inserting hollowed wood of large trees into the earth. Keni is only deep enough for taking water with vessels directly. It is still used by many tribal groups in Kerala. അപ്പോൾ കേണി എന്ന് പറയുന്നത് ഒരു കിണറാണ്. കിണർ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ്? വലിയ വുഡ് ഉണ്ടാവില്ല, വലിയ ലാർജ് ട്രീസിൻ്റെ വുഡ് ഉണ്ടാവും. അത് ഭൂമിയിലേക്ക് താഴ്ത്തി ആണ് ഈ ഒരു കേണി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. നേരിട്ട് പാത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കോരിയെടുക്കാവുന്ന ആഴമേ ഇതിന് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കേരളത്തിലെ പല ട്രൈബ്സിൻ്റെ അടുത്തും ഈ ഒരു കേണി ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ടർ ഫോർ ലൈഫ്. എന്താണ്? വെള്ളം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിനാണ് അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ, കുറേ എനിമൽസ് വന്നിട്ട് വെള്ളം കുടിക്കുന്നതും അവർ വെള്ളമൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ ക്രെയിൻ ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് എനിമൽസ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസസ്. വാട്ട് ആർ ദേ? അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രിയേച്ചേഴ്സൊക്കെ ഈ ഒരു പോണ്ടിലെ വെള്ളം ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെ ആയിരിക്കും? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ ബ്രീത്തിങ്, ഫോർ ലിവിങ്. ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ താഴെ ഒരു ടേബിൾ ഉണ്ട് നമ്മളുടെ അടുത്ത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്രിയേച്ചറിൻ്റെ പേര് കൊടുക്കുക. ദ യൂസ് ഓഫ് വാട്ടർ. അവർ എന്തിനാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ ഫിഷ് ആണ്. ഫിഷ് എന്തിനാണ്? ഫോർ ലിവിങ്, അതിന് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. ഫോർ ബ്രീത്തിങ്, അതിന് ശ്വാസം എടുക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. എലിഫൻറ്റ് ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്. ദെൻ ഡിയർ ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്. ക്രെയിൻ ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ ഫുഡ്. മങ്കി for drinking, for bathing. Crocodile for living. Okay, then present your findings. What purpose do we use water for? നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വെള്ളം ഉപയോഗിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ടും ഫോർ ഡ്രിങ്കിങ് അല്ലെ, വെള്ളം കുടിക്കാൻ, ഫോർ ബാത്തിങ് കുളിക്കാൻ, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്, അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്ക്, ഫോർ ഫാക്ടറി യൂസസ് അല്ലെ, ഫാക്ടറിയിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഫോർ വാഷിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. ഇതിനൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വെള്ളം ഉപയോഗിക്കുന്നത്.
നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചർ കണ്ടോ കൂട്ടുകാരെ, എന്താണ് ഒരു ഡ്രോട്ട് വരൾച്ച സംഭവിച്ച ഒരു പ്രദേശമാണ് അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീയിങ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ, ഡിസ്കസ് ആൻഡ് റൈറ്റ്. ആവശ്യത്തിന് ജലം നമുക്ക് ലഭിക്കാതായി കഴിഞ്ഞാൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്തൊക്കെയാണ് സംഭവിക്കുക ഒന്ന് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ദ എർത്ത് വിൽ ബിക്കം ഡ്രൈ, ഭൂമി ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി നോ വാട്ടർ ടു ഡ്രിങ്ക്, നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ദർ വിൽ ബി നോ വാട്ടർ ഫോർ ബാത്തിങ്, നമുക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ഫാംസ് വിൽ ഡിസ്ട്രോയിഡ്, നമ്മൾ കൃഷിയൊക്കെ എന്ത് ചെയ്യും, വെള്ളം കിട്ടാതെ നശിച്ചു പോകും. ഫാക്ടറീസ് വിൽ ഹാവ് ടു ബി ക്ലോസ്ഡ്, ഫാക്ടറീസ് ഒന്നും വെള്ളമില്ല എങ്കിൽ ക്ലോസ് ചെയ്യും. ഈവൻ അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വിൽ ഡൈ, അതുപോലെ തന്നെ മൃഗങ്ങളും മനുഷ്യനൊക്കെ മരിച്ചു വീഴും. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പ്ലീസ് ഡോണ്ട് വേസ്റ്റ്, എന്താണ് നമ്മൾ വെള്ളം ഒരിക്കലും പാഴാക്കരുത്, കാരണം വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. വാട്ടർ പൈപ്പ് ബേഴ്സ്ഡ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ, എന്താണ് നഗരത്തിൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് റോഡ് മുഴുവൻ വെള്ളമാണ്. ഇതൊരു ഹെഡ്ലൈൻസ് ആണ് അല്ലേ. യു ഹാവ് സീൻ ന്യൂസ് ഹെഡ്ലൈൻസ് ലൈക്ക് ദിസ് ഹാവിൻറ്റ് യു, നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ കാണാറുണ്ട് അല്ലേ. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്, അപ്പോൾ വെള്ളം പാഴാക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭം എഴുതാൻ, സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഫോർഗെറ്റ് ടു ക്ലോസ് പൈപ്സ് വൈൽ ബ്രഷിങ് ആൻഡ് ഷവറിങ്, നമ്മൾ കുളിക്കുകയാണ് അല്ലെങ്കിൽ പല്ല് തേക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പൈപ്പ് ഇങ്ങനെ തുറന്നിടും അല്ലേ. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് അത് പൂട്ടില്ല, അപ്പോൾ നമ്മൾ ബ്രഷ് എടുക്കാനും പേസ്റ്റ് എടുക്കാനൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അത് ഒരു വേസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ദെൻ എക്സസീവ് യൂസ് ഓഫ് വാട്ടർ വെൻ വാട്ടറിങ് പ്ലാന്റ്സ്, ഇപ്പോൾ നമ്മൾ ചെടിയൊക്കെ നനക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം കൊണ്ട് കളിക്കും, വെള്ളം വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു ലിമിറ്റിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. നോട്ട് ടേണിങ് ഓഫ് ദ മോട്ടർ ആഫ്റ്റർ ദ ടാങ്ക് ഈസ് ഫുൾ, നമ്മുടെ വീട്ടിലെ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാലോ അതിങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ടാവും, അപ്പോഴാവും നമ്മളത് കേൾക്കുക, ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ വാട്ടർ അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വാട്ടർ വേസ്റ്റിംഗ് വാട്ടർ, അപ്പോൾ ഇത്തരത്തിൽ വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി, അപ്പോൾ നമ്മൾ കെയർലെസ്ലായിട്ട് എന്ത് ചെയ്യുന്നത്, ടാപ്പ് ഒന്നും തുറന്നിടരുത്. ടേൺ ഓഫ് ദ മോട്ടർ ആസ് സൂൺ ആസ് ദ ടാങ്ക് ഈസ് ഫുൾ, ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മോട്ടർ ഓഫ് ചെയ്യണം. യൂസ് ലെസ് വാട്ടർ ടു വാട്ടറിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ വെള്ളം ചെടികൾക്കൊക്കെ ഒഴിക്കുമ്പോൾ നമ്മളൊരു ലിമിറ്റിൽ അതിനാവശ്യമുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, വാട്ടർ പ്യൂരിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ച് ദ വെൽ, എന്താണ് മണ്ണിൽ വീണ് കലങ്ങിയ വെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല തെളിഞ്ഞിട്ട് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും അല്ലേ. അതെങ്ങനെയായിരിക്കും കൂട്ടുകാരെ, അങ്ങനെയും ക്ലീൻ ആയിട്ടുള്ള, അപ്പോൾ ഒരു കിണറിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ചളിവെള്ളം കണ്ടത്, പക്ഷെ അത് കിണറ്റിലേക്ക് എത്തുമ്പോൾ നല്ല വെള്ളമായിട്ട് നമുക്ക് കാണാറുണ്ട്. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ, it filters down through the soil. This becomes groundwater and reaches the well and other water sources. The water becomes clear when it filters down through the soil. അപ്പോൾ മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലേക്ക് താഴേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങുകയാണ് ചെയ്യുക. ഇതെന്തായാലും ഉറവയായിട്ട് കിണറ്റിലേക്കും മറ്റുള്ള സോഴ്സിലേക്കും ഒക്കെ എത്തിച്ചേരുന്നു. അപ്പോൾ മണ്ണിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ ചെയ്യുമ്പോഴാണ് വെള്ളം തെളിഞ്ഞ് നല്ല ശുദ്ധമായിട്ടുള്ള പ്യുവർ വാട്ടർ ആയിട്ട് മാറുന്നത്. ടേണിങ് മഡി വാട്ടർ ഇൻ ടു ദ ക്ലിയർ വാട്ടർ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ മഡി വാട്ടർ ക്ലിയർ വാട്ടർ ആക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്, അപ്പോൾ കൂട്ടുകാർക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടേക്ക് 3 കോക്കനട്ട് ഷെൽ ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 ചിരട്ടകൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ 3ലും എന്ത് ചെയ്യുക, ഹോളുകൾ ഇട്ട് കൊടുക്കുക. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ, എന്നിട്ട് അതിൽ കോട്ടനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോത്തോ എന്തെങ്കിലും ഒക്കെ നിങ്ങളതിൽ ആ ഒരു ഹോളിൽ ഇങ്ങനെ തിരികെ വെച്ച് കൊടുക്കുക. ഫിൽ ഗ്രാവൽ, സാൻഡ്, കോക്കനട്ട് ഷെൽ, ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്, അപ്പോൾ നമ്മൾ അതിൽ ഒന്നിൽ എന്ത് ചെയ്യുക, കുറച്ച് ചരലിട്ട് കൊടുക്കുക. ഓക്കെ, ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ചരലിട്ട് കൊടുക്കുക, മറ്റേതിൽ സാൻഡ് ഇട്ട് കൊടുക്കുക, മറ്റേതിൽ എന്ത് ചെയ്യുക, കുറച്ച് ചാർക്കോളും ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ, അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ അതിന് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നൗ പവ് മഡി വാട്ടർ ഇൻ ടു ദ കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്, അപ്പോൾ അവിടെ ഏറ്റവും മുകളിലുള്ള എന്തിനാണ്, അതിലാണ് നമ്മൾ കലങ്ങിയ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, മഡി വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാവൽ, ചരലാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് വണ് സാൻഡ് ആണ്, നെക്സ്റ്റ് വണ് കോക്കനട്ട് ഷെൽ ആൻഡ് ചാർക്കോൾ ആണ്. ഇതിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മഡി വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ മഡി വാട്ടറും കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ താഴെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മഡി വാട്ടർ ഇങ്ങോട്ട് പോയിട്ട് സാൻഡിൽ പോയി അവിടുന്ന് നേരെ ഈ കോക്കനട്ട് ഷെല്ലിൽ ചാർക്കോളിൽ പോയിട്ട് ഗ്ലാസ്സിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒഴിച്ചു കൊടുത്തത് മഡി വാട്ടർ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് എന്തായിരിക്കും? അത് പ്യുവർ വാട്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? ദ മഡി വാട്ടർ വിൽ ബിക്കം പ്യുവർ വാട്ടർ. മഡി വാട്ടർ പ്യുവർ വാട്ടർ ആയിട്ട് മാറുന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലായത്. റൈറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. The same method is used to filter water in the rain water tank. അപ്പോൾ ഇതേ ഒരു രീതി തന്നെയാണ് നമ്മളെ കിണറ്റിലൊക്കെ പ്യുവർ വാട്ടർ ഉണ്ടാകുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. അത് സാൻഡിൽ ഫിൽറ്റർ ചെയ്തിട്ട് കിണറ്റിലേക്ക് വരുമ്പോൾ അത് പ്യുവർ വാട്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് എവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ നോക്കൂ, ഇവിടെ ഫിൽറ്റർ വെക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് വാട്ടർ പ്യൂരിഫയേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സിവിയർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. അപ്പോൾ ചില കൺട്രീസിലൊക്കെ നല്ല വാട്ടർ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സീ വാട്ടർ അവർ പ്യൂരിഫൈ ചെയ്തിട്ട് കുടിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. അത് മാത്രമല്ല പൊതുജലവിതരണ സംവിധാനങ്ങളിലൊക്കെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം എന്ന് പറയുന്നതും ഇത്തരത്തിൽ പ്യൂരിഫൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. ഇപ്പോൾ ഇതുവരെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വാട്ടറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് വാട്ടർ, മറ്റൊന്ന് പറയുന്നത് സോയിൽ. ഇനി നമുക്ക് സോയിലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഒരു പിക്ചർ ഉണ്ട് അല്ലേ? പറയാണ് വി ലീവ് ഇൻ ബറോസ് ഇൻ ദ സോയിൽ. മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങൾ ലീവ് ചെയ്യുന്നത്, ഞങ്ങൾ താമസിക്കുന്നത്. അടുത്തത് ഒരു ചെടി അല്ലേ? ആ ചെടി ഇങ്ങനെ മുളച്ച് വരികയാണ്. അപ്പോൾ അത് പറയാണ് ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. മണ്ണിലായിരുന്നു ഞാൻ, പക്ഷേ എനിക്ക് വാട്ടർ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് കെയിം ഔട്ട് ആയി എന്നാണ് പറയുന്നത്. ഐ എം ഓൾവേസ് ഇൻ ദ സോയിൽ. അപ്പോൾ നമ്മുടെ എർത്ത് വോംസ് പറയാണ് ഞാൻ എപ്പോഴും എവിടെയാണ്? മണ്ണിൽ തന്നെയാണെന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ. അപ്പോൾ ഈ മണ്ണ് കൊണ്ട് ഇത്തരത്തിലുള്ള ക്രിയേച്ചേഴ്സിനും അതുപോലെ തന്നെ പ്ലാന്റ്സിനും എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ? soil is the habitat of some creatures to make burrows for plant to grow for food needs. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് ചില ക്രിയേച്ചേഴ്സിന് എന്താണ്? അവരുടെ മാളങ്ങളാണ്, മറ്റുള്ളവർക്ക് വളരാനുള്ള ഒന്നാണ്, മറ്റുള്ളവർക്ക് അവരുടെ ഭക്ഷണമാണ്. ദെൻ ഹൗ എബൌട്ട് അസ്. പക്ഷെ നമുക്ക് എന്തിനൊക്കെയാണ് മണ്ണ് ആവശ്യമായിട്ടുള്ളത്? ഫോർ ഫാമിംഗ് അല്ലേ? ഫാമിങ്ങിന് നമുക്ക് മണ്ണ് ആവശ്യമാണ്, കൃഷിക്ക് മണ്ണ് ആവശ്യമാണ്. ഫോർ ബിൽഡിംഗ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമാണ്. ടു മേക്ക് പോട്രി, നമുക്ക് പോട്രി എന്ന് പറഞ്ഞാൽ കളിമണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഫോർ പ്ലാന്റിംഗ് പ്ലാന്റ്സ്, അതുപോലെ കൃഷി ഇറക്കാനും നമുക്ക് എന്ത് വേണം? മണ്ണ് ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ലെറ്റ്സ് ക്രിയേറ്റ് മോഡൽസ്. നമുക്ക് എന്തുണ്ടാക്കാം? മണ്ണിൽ നിന്നും ഒരുപാട് രൂപങ്ങൾ, മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഹാവ് യു സീ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ. ക്ലേയിൽ നിന്ന് ഉണ്ടാക്കിയ മോഡൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവും, ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ലെറ്റ് അസ് ട്രൈ ടു മേക്ക് സച്ച് മോഡൽസ്. അപ്പോൾ അത്തരത്തിലുള്ള മോഡൽസ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഓർഗനൈസ് ആൻ എക്സിബിഷൻ വിത്ത് ദ മോഡൽസ് ദാറ്റ് യു ക്രിയേറ്റഡ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മോഡൽസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി ടീച്ചർ അടുത്ത് പറയാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ഷേപ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച സോയിലിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? എക്സാമിൻ ദ കളർ ആൻഡ് സൈസ് ഓഫ് ദ ഗ്രെയിൻസ്. അതിൻ്റെ കളറ്, സൈസ്, അതിൻ്റെ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ തരികൾ, അതൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ആർ ദ സോയിൽസ് സീൻ അറൗണ്ട് അസ് ദ സെയിം. നമ്മുടെ ചുറ്റുമുള്ള സോയിൽസ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല അല്ലേ, ഒരുപാട് സോയിൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. കളർ ദ സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ്, അണ്ടർനെത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളിൻ്റെ കോർട്ട്യാർഡിൽ നിന്ന്, സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന്, അതുപോലെ തന്നെ മരത്തിൻ്റെ ചുവടെ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ അവിടെ നിന്നൊക്കെ കുറച്ച് മണ്ണ് കളക്ട് ചെയ്യുക. എന്നിട്ട് കളക്ട് ചെയ്ത പ്ലേസ് ഏതൊക്കെയാണോ അതിൻ്റെ കളർ, ആ സോയിലിൻ്റെ കളർ എന്തൊക്കെയാണ്, അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളിതൊന്ന് എഴുതി നോക്കുക. ഓക്കെ,
ദെൻ ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ? നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാതും സെയിം കളറാണോ? അല്ല, ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ആർ ദ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്? എന്താണ് അതിലെ ഗ്രെയിൻസ്, തരികളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളത് കളക്ട് ചെയ്ത് നിങ്ങളതിന് ശേഷം ഫീച്ചേഴ്സൊക്കെ എഴുതിയതിന് ശേഷം എന്തൊക്കെയാണോ നിങ്ങൾ അതിൽ നിന്ന് ഫൈൻഡ് ചെയ്തത്, എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോയിലാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ജസ്റ്റ് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതി നോക്കുക. ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സോയിൽ ഉണ്ടായത് എന്ന് കൂട്ടുകാർക്ക് അറിയോ? അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, യു നോ മീ. അപ്പോൾ സോയിൽ പറയാണ് നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഐ എം ദ സോയിൽ. ഞാൻ ആരാണ്? സോയിലാണ്. ഐ എം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഞാൻ ഒരുപാട് തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് സ്ഥലത്തും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണുള്ളത്? നേച്ചറാണ് ഉള്ളത്. ദർ ആർ ലാക്ക് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെനി അതർ കോമ്പണൻസ് ഇൻ മീ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരുപാട് ലക്ഷക്കണക്കിന് മൈക്രോ ഓർഗാനിസംസും അതുപോലെ തന്നെ ഒരുപാട് കോമ്പണൻസും ജൈവ ഘടകങ്ങളും ഉണ്ട്. ഐ ബിക്കെയിം ലൈക്ക് ദിസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂ ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ശരിക്കും ഞാൻ ഉണ്ടാവുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുള്ള ബയോളജിക്കലായിട്ടും നോൺ ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഞാൻ നിങ്ങൾ കാണുന്ന സോയിലായിട്ട് മാറുന്നതെന്നാണ് സോയിൽ പറയുന്നത്. യു ഹാവ് റീഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ വായിച്ചത് എന്താണ്? ഒരു സോയിലിൻ്റെ ബിഗിനിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വായിച്ചത്. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഈസ് ഫോംഡ്. അപ്പോൾ എങ്ങനെയാണ് സോയിൽ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി അല്ലേ? ദെൻ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, കംപ്ലീറ്റ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് സോയിൽ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിലൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അതിൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. വിത്തിൻ ദ സോയിൽ, അടുത്തത് മണ്ണിനുള്ളിൽ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലീവ് വിത്തിൻ ദ സോയിൽ, ട്രൈ ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മണ്ണിനുള്ളിൽ ഉണ്ടാവുക? വോംസ് ഉണ്ടായിരിക്കും അല്ലേ, അതുപോലെ തന്നെ വൈറസ് ഉണ്ടായിരിക്കും, ബാക്ടീരിയ ഉണ്ടായിരിക്കും, ആൻഡ്ലിയൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിൻ ദ ഹാൻഡ് ലെൻസ്. അപ്പോൾ നിങ്ങളൊരു ഹാൻഡ് ലെൻസ് വെച്ചുകൊണ്ട് സ്കൂളിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ, എല്ലാ മണ്ണും എടുക്കണ്ട, എവിടെന്നെങ്കിലും ഒന്നോ രണ്ടോ മണ്ണെടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വിച്ച് ക്രിയേച്ചേഴ്സ് വർ യു ഏബിൾ ടു ഫൈൻഡ്? അപ്പോൾ ഏതൊക്കെ ക്രിയേച്ചേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ഇതേ സെയിം തന്നെയാണ് ലെവോംസ്, വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെയും കാണാൻ വേണ്ടി പറ്റുക. വേർ ഡു ദേ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് ദ എയർ ദാറ്റ് ദേ നീഡ്? അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ വാട്ടർ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? എയറൊക്കെ മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ലെറ്റ് അസ് ഡു സം എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദിസ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കാം. ഓക്കെ, ദെൻ എയർ ഇൻ ദ സോയിൽ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? മണ്ണിൽ എയർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? ആക്ച്വലി എയർ ഉണ്ടോ മണ്ണിൽ? കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത്? ഇല്ല അല്ലേ, നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. എന്താണ്? കുറച്ച് ഉണങ്ങിയ ഡ്രൈഡ് ആയിട്ടുള്ള സോയിൽ നമ്മൾ എടുക്കാം. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മണ്ണിൻ്റെ ഈ ഡ്രൈ ആയിട്ടുള്ള സോയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. വാട്ട് ഈസ് ദ ഹാപ്പനിങ്? എന്താണ് അവിടെ സംഭവിക്കുക? അതിൽ നിന്നും ഇങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് നമുക്ക് തോന്നാം. റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. ഷെയർ ദ ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെന്തുണ്ട്? എയർ ഉണ്ട്. എയർ ഉള്ളത് കൊണ്ടാണ് ബബിൾ വന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, വാട്ടർ ഇൻ ദ സോയിൽ. ഇനി അടുത്തത് സോയിൽ നമ്മൾ എന്താ നോക്കുന്നത്? വാട്ടർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ദർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിൽ ശരിക്കും എന്തുണ്ടോ? വാട്ടറിൻ്റെ ട്രേസസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് ദ ട്രാൻസ്പെറൻറ്റ് പോട്ടിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ പോയിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ആക്കി വെക്കുക. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റ്. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 minutes. എന്നിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഒന്ന് പരിശോധിച്ച് നോക്കുക. വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ്? നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? അതിലുണ്ടാവും നമ്മുടെ വാട്ടറിൻ്റെ ചെറിയ ചെറിയ കണികകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വാട്ട് ഈസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ? എന്താ കണ്ടത്? വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദ ബോട്ടിൽ. ഓക്കെ, ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? കാരണം എന്താണ്? അതിൽ ആക്ച്വലി വാട്ടർ ഉണ്ട്. അത് നമ്മുടെ സൺലൈറ്റ് ഇതായപ്പോൾ അത് മേലേക്ക് നീരാവിയായിട്ട് വന്നതാണ്. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബയോമാസ് ഇൻ ദ സോയിൽ. അടുത്ത എന്താണ്? ഇതിൽ ബയോമാസ് ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്.
Fill half of your glass with the soil from the biodiversity garden. Pour water into this and mix well. അപ്പോൾ എന്താണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ്സിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ പോയിട്ട് കുറച്ച് മണ്ണ് എടുക്കുക, അതിൽ പകുതി നിറക്കുക, ഇതിലേക്ക് എന്ത് ഒഴിച്ചു കൊടുക്കുക? കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നും കാണാൻ കഴിയുന്നത് എന്നതാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് കാണാൻ പറ്റും? അതിൽ വെള്ളമുണ്ട് എന്നുള്ളതെങ്കിൽ ജൈവാംശമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര. പ്ലാന്റ്സ് ഗ്രോ അബൻഡൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. സോയിൽ വിത്ത് ബയോമാസ് ഈസ് എ ഫുഡ് ഓഫ് എർത്ത് വോംസ്. അപ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ്, അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്റ്റെംസ്, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമാസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഗ്രോ അബൻഡൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. അപ്പോൾ എവിടെയാണ് കൂടുതൽ ബയോമാസ് ഉള്ളത് അവിടെ എന്ത് ചെയ്യും? പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളരും. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരം ബയോമാസ് ഉള്ള മണ്ണാണ് മണ്ണിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതാണ് അവരുടെ ഫുഡ് എന്ന് പറയുന്നത്. വേർ ഇസ് ദ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്? ഫൈൻഡ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ളത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ ക്ലേ വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ നോക്കൂ, ദർ ആർ ലാക്സ് ഓഫ് ക്രിയേച്ചേഴ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഓർ ദ സോയിൽ. അപ്പോൾ എന്താ പറയുന്നത്? ഒരുപാട് ലക്ഷക്കണക്കിന് മണ്ണിനകത്ത് എന്തുണ്ട്? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അപ്പോൾ ഈ സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ പ്ലാന്റ്സും വളരുന്നത്. ക്രിയേച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസസ്. അപ്പോൾ അതുമാത്രമല്ല, ക്രിയേച്ചേഴ്സ്, ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ ഈ സോയിലിനെ ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്റ്റിംഗ് ദ സോയിൽ ഫ്രം ദ പൊല്യൂഷൻ ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. അപ്പോൾ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ അത് പൊല്യൂട്ടഡ് ആവാതെയും നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സംരക്ഷിക്കണമെങ്കിൽ മാത്രമേ നമുക്കും ഇനി വരുന്ന ന്യൂ ജനറേഷനും അതിൽ ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് അതർ ഇഷ്യൂസും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് മാപ്പാണ് തന്നിട്ടുള്ളത് വാട്ടർ ആൻഡ് സോയിലിൻ്റെ. ഫസ്റ്റ് വൺ, കോമ്പണൻസ് ഇൻ ദ സോയിൽ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് സോയിലിലെ കോമ്പണൻസ് എന്ന് പറയുന്നത്? വാട്ടർ, മിനറൽസ്, ബയോമാസ് എന്നുള്ളതാണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ബയോമാസ് ആണ്. ഓക്കെ, BIO എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, യൂസസ് ഓഫ് വാട്ടർ ആണ്. ടു ഡ്രിങ്ക്, ടു ബാത്ത്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. നെക്സ്റ്റ് വൺ, ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. സോയിലിൽ എന്തൊക്കെയാണുള്ളത്? വോംസ്, എർത്ത് വോംസ്, ആൻഡുലിയൻസ്. നെക്സ്റ്റ് വൺ, വാട്ടർ സോഴ്സസ് ആണ്. വെല്ല്, ബോർവെല്ല്, പോൺസ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ റിവർ സൈഡ് ടു പ്ലേ. എന്താണ്? കുട്ടനും കൂട്ടുകാരും കൂടിയിട്ട് റിവറിൻ്റെ സൈഡിലേക്ക് കളിക്കാൻ വേണ്ടി പോയി. ദേ ത്രൂ ദ സ്വീറ്റ് റാപ്പേഴ്സ് ഇൻ ദ വാട്ടർ. അവരെന്ത് ചെയ്തു? മിഠായി കഴിച്ചപ്പോൾ അതിൻ്റെ റാപ്പേഴ്സൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ് ദം. അപ്പോൾ ആ ഫിഷ് പറയാണ്, ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. നിങ്ങളുടെ വീട് എങ്ങനെയാണോ നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? വൈ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വാട്ടർ സോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യെസ് അല്ലേ. റിവേഴ്സ് ആൻഡ് പോൺസ് ആർ ദ ഹോം ഓഫ് ഫിഷസ്. എന്താണ്? റിവേഴ്സും പോൺസും ഒക്കെ ഫിഷസിൻ്റെ വീടാണ്. ദേ ലീവ് ദർ. അവരവിടെയാണ് ജീവിക്കുന്നത്. വെൻ വി ത്രോ പ്ലാസ്റ്റിക് ഇൻ ടു വാട്ടർ സോഴ്സസ് ഇറ്റ് വിൽ ബി എ ബിഗ് ത്രീറ്റ് ടു ദ ലൈഫ് ഓഫ് ദ ഫിഷസ്. എന്താണ്? നമ്മളിത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരുപാട് ദോഷകരമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എറിയരുത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 4th ചാപ്റ്റർ ആണ്. ദ പവർ ഓഫ് ക്ലീൻനെസ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചാപ്റ്റർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു ഡൗട്ട്സും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാം ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്